നല്ല എളുപ്പത്തിൽ പെട്ടെന്ന് വെക്കാൻ പറ്റുന്ന ഒരു ചാളക്കറിയാണ് കേട്ടാ. നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് ഒന്നിങ്ങനെ ആക്കി കൊടുക്കാം കേട്ടാ. ചാറെടുത്തിട്ട് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ സ്മിത. അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ കേട്ടാ. ഇന്ന് ഞാനുണ്ടല്ലോ മീൻകറിയാണ് കേട്ടോ വെക്കുന്നത്. അപ്പൊ നമ്മള് ചാളക്കറി ആയിട്ടാ വെക്കുന്നത്. അപ്പൊ നമ്മൾ എടുത്തിട്ടുള്ളത് പറയുന്നത് ഒരു 3/4 കിലോന്റെ അവിടേക്കുള്ള ചാളയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഞാൻ ചാളക്കറിയിലേക്ക് നമ്മൾ നാളികേരം അരച്ചാണ് വെക്കുന്നത്. അപ്പൊ ഒരു 1/4 മുറി നാളികേരമായിട്ട് നമ്മൾ അരയ്ക്കാൻ എടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് നല്ല വെണ്ണ പോലെ ഞാൻ അരച്ചെടുത്ത് ആദ്യം കൊണ്ടിട്ടേ കേട്ടാ. ഞാനുണ്ടല്ലോ ഈ വെക്കുന്ന മീൻകറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് ഇവിടെ അമ്മമാരൊക്കെ ഞാൻ വെക്കുന്ന കണ്ടിട്ടുള്ള ഒരു കറി കേട്ടാ. പെട്ടെന്ന് തന്നെ അവർ ഈ മീൻകറി വെച്ചെടുക്കുന്ന കണ്ടിട്ടുണ്ട്. അതായത് എല്ലാം നേരിട്ടിട്ട് വെച്ച് എന്താ പറയാ എടുക്കണ ഒരു പരിപാടിയായിട്ട് ഈ മീൻകറി. അപ്പൊ നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുന്നത് നോക്കിയേ ചാള. പിന്നെ നമ്മുടെ മാങ്ങ നോക്കി ഞാൻ മാങ്ങയുടെ പുളിക്ക് അനുസരിച്ച് എടുത്തോളാം. ഇപ്പൊ മഴ തുടങ്ങിയ കാരണം മാങ്ങയുടെ പുളി കുറവുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ 2 മാങ്ങ എടുത്തിട്ടുണ്ടെങ്കിലും അതിലത്തെ ഒരു പൂളൊഴിച്ച് ബാക്കി എല്ലാ കഷ്ണങ്ങളും നമ്മൾ മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടാ. അപ്പൊ ആ മാങ്ങ ഇട്ട് കൊടുക്കണു. പിന്നെ നമ്മൾ നോക്കിയേ കറിവേപ്പില, പിന്നെ മുളക്, ഉള്ളി ചതച്ചത്, ഇഞ്ചി കഷ്ണം. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഇഞ്ചി കഷ്ണമാണ്. അപ്പൊ ചെറുതാക്കി നുറുക്കി ഇതാക്കുകയാണെങ്കിൽ ഇത് ഒരു 3 ടീസ്പൂൺ എടുപ്പിക്കുന്നുണ്ട് കേട്ടാ. പിന്നെ നമുക്ക് അതിലേക്ക് പൊടികളാണ് നമ്മൾ ഇട്ട് കൊടുക്കണേ. 1 2 ടീസ്പൂൺ മുളക് പൊടി, 1 2 3 ടീസ്പൂണ് മല്ലിപ്പൊടി. പിന്നെ നമ്മൾ എനിക്ക് ഇട്ട് കൊടുക്കുന്നത് മഞ്ഞപ്പൊടി. മഞ്ഞപ്പൊടി നോക്കിയേ ഒരു 1/2 ടീസ്പൂൺ. ഇനി നമുക്ക് അതിലേക്ക് ഉപ്പും പൊടിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഉപ്പും പൊടി ഒരു 3/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് ഒന്നിങ്ങനെ ആക്കി കൊടുക്കാം കേട്ടാ. ഇതേപോലെ നന്നായിട്ട് കൈ കൊണ്ടൊക്കെ ഒന്ന് മസാലകൾ നമ്മുടെ മീനിന്റെ എല്ലാവർത്തേക്കും ആവേണ്ട രീതിയിൽ നമ്മളിങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചെയ്യുന്നത് നമ്മുടെ അരച്ചു കൊണ്ടുവന്ന നാളികേരം ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കാം. ഒപ്പം കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നമുക്ക് ഇതിലേക്ക് കഴുകി ഒഴിക്കാം. നോക്കിയേ മീൻ കഷ്ണം നന്നായിട്ട് ചാറില് മുങ്ങി കിടക്കേണ്ട രീതിയിൽ തന്നെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടാ. കണ്ട ഇങ്ങനെ ചാറില് കിടന്ന് ഓടണം നമ്മുടെ മീൻ. ആ രീതിയിൽ നമ്മളിതാ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കുണ്ടല്ലോ ഇതാ തീ കത്തിച്ച് നമ്മുടെ മീൻ ചട്ടി അടപ്പത്ത് കയറ്റിയിട്ടുണ്ട്. നമുക്കൊന്ന് മൂടി വെക്കാം കേട്ടാ. നന്നായിട്ട് തിളച്ച് വരുമ്പോ നമുക്കൊന്ന് പതുക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. നമ്മുടെ മീൻ കറി നോക്കിയേ തിളച്ചിട്ടുണ്ട് കേട്ടാ. അപ്പൊ നമുക്കിത് തുറന്ന് ഒന്ന് തീ കുറച്ച് വെച്ച് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം നമുക്ക്. ഇനി ഞാനുണ്ടല്ലോ നന്നായി തിളച്ച് കഴിഞ്ഞ കാരണം ഇനി ഞാൻ മൂടി വെക്കണില്ല കേട്ടാ. ഇത്തിരി തീ കുറവിൽ വെച്ചിട്ട് തുറന്ന് വെച്ചിട്ടാണ് ഇനി നമ്മള് ആക്കിയെടുക്കണത്. അപ്പൊ ഞാൻ തിളച്ച സമയത്ത് ഒരു 5 മിനിറ്റ് നേരം നന്നായി തിളച്ചിട്ടുണ്ട് കേട്ടോ മൂടി വെച്ചിട്ട് തന്നെ. നമ്മുടെ മീൻ കറി ഇതാ തുറന്നല്ല നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നേ. തുറന്നൊക്കെ വെക്കുമ്പോൾ നോക്കി ചെറുതായിട്ട് കണ്ടു ചെറുതായിട്ടൊരു എണ്ണയ്ക്ക് ഇങ്ങനെ തെളിഞ്ഞു വന്നു. അപ്പൊ നമ്മുടെ ചാറൊക്കെ അത്യാവശ്യത്തിൽ ഒരു കട്ടി വന്നിട്ടുണ്ട്. അപ്പൊ നമ്മളിതാ ഗ്യാസ് ഓഫ് ചെയ്യാണ് കേട്ടാ. ഇനി നമുക്കിത് താളിക്കണം. അപ്പൊ ഞാനിതാ തീ കത്തിച്ച് ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ ചീനിച്ചട്ടി ഒന്ന് ചൂടാവട്ടെ കേട്ടാ. ചീനിച്ചട്ടി വെച്ച് നോക്കി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്കിതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടാ. അപ്പൊ ഒരു 3 ടീസ്പൂണിന്റെ അടുത്തേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ കേട്ടാ. വെളിച്ചെണ്ണ ചൂടായി. അപ്പൊ അതിലേക്ക് നമ്മൾ നോക്കിയ ചുവന്നുള്ളി വട്ടത്തിൽ അരിഞ്ഞെടുത്ത് നോക്കാം കേട്ടാ. അപ്പൊ ഉള്ളിലേക്കും കാച്ചുമ്പോ മീൻകറിയിലേക്ക് ഇത്തിരി ഉള്ളി കൂടുതലുണ്ടെങ്കിൽ ടേസ്റ്റ് കൂടാറുണ്ട്. അപ്പൊ ഞാനിതിലേക്ക് ഇപ്പൊ ഒരു 8-9 ഉള്ളി അവിടേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടാ. അപ്പൊ അത് ഇട്ട് കൊടുക്കാം. ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഒരു ചുവന്ന കളർ പോലെ വരും. അതുവരെ നമുക്ക് ആക്കി കൊടുക്കണം. കാരണം ഉള്ളിലേക്ക് നമ്മൾ മൂപ്പിക്കില്ലേ ആ ഒരു കളർ കേട്ടാ.
ഉള്ളിയൊക്കെ ഇട്ടിട്ട് ചെറുതായിട്ടൊരു ഗോൾഡൻ കളറായി വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ അതിലേക്ക് ഒരു കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ. ഉള്ളി നോക്കിയാൽ ഇതേപോലെ ഒരു കളറായിട്ട് വന്നു. ആ സമയത്ത് നമ്മളിതാ ഗ്യാസ് ഓഫ് ചെയ്യാണ്. എന്നിട്ട് നോക്കിയാൽ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഇല്ല, ഒരു 2 നുള്ളെന്ന് പറയുന്ന പോലെ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിതാ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പൊ നോക്കിയത് നമ്മുടെ കറി കണ്ട നല്ലൊരു കളറായിട്ട് ഇരിക്കുന്നില്ലേ. ചാറൊക്കെ നല്ല അത്യാവശ്യത്തിന് കട്ടിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടാ. ഒപ്പം തന്നെ ഇതിന് കുറച്ച് ചാറെടുത്തിട്ട് നമുക്കിത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, നമ്മുടെ മീൻകറി റെഡി ആയിട്ടാ. ഇങ്ങനൊന്ന് ചുറ്റിച്ച് കൊടുത്തോളോ താളിച്ച് കഴിഞ്ഞാ. അപ്പൊ മീൻകറി റെഡിയായി. ഇനി ഞാൻ ടേസ്റ്റ് വേണ്ടി സൈഡിന് പിടിച്ചിട്ട് തരാം കേട്ടാ. കണ്ടപ്പോ അത്യാവശ്യം കട്ടിയായിട്ട് നമ്മുടെ ചാറിനെ കട്ടിയിൽ വെക്കുമ്പോ അങ്ങനെ ഒരു ഗുണമുണ്ട്. ചപ്പാത്തിക്ക് ബെസ്റ്റ് കോമ്പിനേഷനാ ഇത്. അടിപൊളി കറി കേട്ടാ അത്. ഈ മഴയത്ത് കഴിക്കാൻ പറ്റിയത് ശരിക്കും ഒരു കട്ടൻ കാപ്പി ഇതായാലും കുഴപ്പമില്ല. എന്നാലും ഇത് അടിപൊളിയാ കഴിക്കാൻ. മഴയത്ത് ചാളയും ചപ്പാത്തിയും. അപ്പൊ എല്ലാവരും നോക്കിയോളന്നത്.